മുകേഷിന്റെ രാജ്യാവശ്യം കൂടുതൽ ശക്തമാകുന്ന മണിക്കൂറുകളാണ്. അതായത് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ. വരാനുള്ള ഒരു വേദി, ആ വേദി ഉണ്ടാവുന്നതിൽ എതിർപ്പുണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയുള്ള അതിക്രമം നടന്നു, ഞങ്ങൾ പരിഹാരം കണ്ടുപിടിക്കാൻ കോൺക്ലേവ് നടത്താൻ പോവാണ്, അതല്ല എൻ്റെ മറുപടി. അതിന് മറുപടി ക്രിമിനൽ കുറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം കേസെടുക്കണം. കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കേസെടുക്കുകയാണ്. എങ്ങനെ ക്രമസമാധാനം പാലിക്കാം എന്നുള്ളതിന് കോൺക്ലേവ് നടത്തും എന്ന് കൊലപാതകം നടത്തുന്നതിന് മറുപടിയായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൊലപാതകം നടന്നു കഴിഞ്ഞാൽ 302 വകുപ്പ് അനുസരിച്ചിട്ട് കേസെടുക്കണം. കേസെടുത്ത് കൊലപാതക കുറ്റത്തിൽ പ്രതിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യണം. ഇവിടെയും അത് തന്നെയാണ്. പോക്സോ കേസിൽ കോൺക്ലേവ് നടത്തിയിട്ടല്ലല്ലോ പരിഹാരം. പോക്സോ കേസിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള അതിക്രമം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് തുടർ നടപടി, നിയമപരമായിട്ടുള്ള നടപടി, ബന്ധപ്പെട്ട അതിക്രമത്തിന് നേതൃത്വം നൽകിയ അതിക്രമത്തിന് മുതിർന്ന ആളുകൾക്കെതിരായിട്ട് നിയമ നടപടി എടുക്കുക, അവർക്കെതിരായിട്ട് കേസെടുക്കുക. അതാണ് പോക്സോ കേസിലെ നടപടി. അതല്ലാതെ അതിന് പരിഹാരം കോൺക്ലേവല്ല. അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയുള്ള ആളുകളെ, മുകേഷിനെ പോലെ ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ 4.5 കൊല്ലക്കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത്? അതിനുശേഷം പുറത്തുവിട്ടപ്പോഴും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ലാത്ത ഭാഗങ്ങൾ ഉൾപ്പെടെ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തുവിട്ടതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇരകളോടൊപ്പമല്ല, സ്ത്രീകളോടൊപ്പമല്ല, പകരം ഈ നേരത്തെ പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ഒരു 15 അംഗ ക്രിമിനൽ മാഫിയ സംഘം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ആ സംഘത്തോടൊപ്പമാണ് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ തടഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ല, എൻ്റെ അഭിപ്രായം രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ തമ്മിൽ ഒരു പരസ്പരം സഹകരിക്കുകയും പരസ്പരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും സൗഹാർദ്ദവും ഉണ്ടാവണം എന്നുള്ളതാണ്. അത് മാധ്യമ പ്രവർത്തകരും പാലിക്കണം. കാരണം അന്ന് സുരേഷ് ഗോപിയെ ആദ്യം ഒരു തവണ കണ്ടു, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ വഴി തടഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ല. സംസ്ഥാന മുഖ്യമന്ത്രിയെ വഴി തടഞ്ഞ് ആരെങ്കിലും ചോദിക്കുമോ? നിങ്ങളാരും പിണറായി വിജയൻ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാരും പിന്നെ അതിൻ്റെ മുന്നിൽ മൈക്ക് വെക്കാൻ പോവില്ല. അപ്പോൾ അത് ആ മാന്യത സുരേഷ് ഗോപിയോട് കൂടി കാണിക്കണ്ടേ? അദ്ദേഹം ഒരു മന്ത്രിയല്ലേ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ 7 അയലത്ത് അടുപ്പിക്കില്ല മാധ്യമങ്ങളെ. അദ്ദേഹം 4 മണിയായി ഞാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയല്ല, ഈ ചോദ്യത്തിനും കൂടി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലക്കാലം എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യം പോലും ചോദിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് എടുക്കുന്ന സമീപനം വേറെയാണ്. സുരേഷ് ഗോപി ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പ്രകോപിതനാവും. മുഖ്യമന്ത്രി ഇതിനേക്കാൾ കൂടുതൽ പ്രകോപിതനാവും. മുഖ്യമന്ത്രിയുടെ മുന്നിൽ നിങ്ങൾ മൈക്ക് തട്ടിക്കളഞ്ഞിട്ടില്ലേ മുഖ്യമന്ത്രി? എന്നിട്ട് എന്താ ഉണ്ടായത്? മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്താ ആരും കേസ് കൊടുക്കാതിരുന്നത്? അപ്പം അതുകൊണ്ട് ഈ പെരുമാറ്റം എല്ലാവരോടും ഒരേപോലെ മാധ്യമപ്രവർത്തകരും പെരുമാറണം. മുഖ്യമന്ത്രിയുടെ മുമ്പാകെ പഞ്ചപുച്ഛം അടക്കിയിട്ടാണ് നിരവധി മാധ്യമപ്രവർത്തകർ നിൽക്കുന്നത്. ചുരുക്കം ചില ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാരെ എങ്ങനെ CPM-ന്റെ സൈബർ സംഘം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിവുണ്ട്. അങ്ങനെ താരതമ്യം ചെയ്യേണ്ട വിഷയം അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതാക്കൾ ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത്. അല്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്ന തെറ്റിനെതിരായിട്ടും മാധ്യമങ്ങൾ പ്രതികരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി ചെയ്തതിനെ ഒരു വിവാദമാക്കിയിട്ട് ചർച്ച ഹേമ കമ്മിറ്റിയിൽ നിന്ന് സുരേഷ് ഗോപിയിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. ഇപ്പൊ ചർച്ച നടക്കേണ്ടത് ഹേമ കമ്മിറ്റിയാണ്. നോക്കാം, നമുക്ക് ആലോചിക്കാം, നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം.
മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ നിലപാട് മുകേഷ് അനുകൂലമായ നിലപാടാണ്. മുകേഷിന് ചോദ്യം ചോദിച്ചതിനാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റ ശ്രമമൊക്കെ നടത്തിയത്. അതിനുശേഷം മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുതര വകുപ്പുകളൊക്കെ ചുമത്തിയൊക്കെ അട്രാക്ട് ചെയ്തേക്കാവുന്ന രീതിയിലുള്ള പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുകേഷിന് വേണ്ടി ശക്തമായി നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന കേസും ആ ചോദ്യം ചോദിച്ചതിനാണ് അത്രയും പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം മുകേഷിന് കൂടെ നിൽക്കുന്ന സുരേഷ് ഗോപിനെ ഏത് രീതിയിൽ BJP തിരുത്തുമെന്നറിയില്ല. അതെന്തായാലും ആ വഴിക്ക്